നമസ്കാരം. അയോധ്യയിൽ രാമക്ഷേത്രം പണിതപ്പോഴും വിദ്വേഷത്തിൻ്റെ പാത ഒഴിവാക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്ന പ്രധാനമന്ത്രിയുടെ വലിയ വിമർശനമുണ്ടാകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതാണിത്. തന്നെ അധിക്ഷേപിക്കുകയല്ലാതെ മറ്റൊരു അജണ്ടയും ഇവർക്കില്ല എന്നുകൂടി പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുകയാണ്. ഗുജറാത്തിലെ മെഹ്സാന ജില്ലയിൽ വാലിനാഥ് മഹാദേവ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ഏകദേശം 2350 കോടിയിലധികം ചെലവ് വരുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലുമൊക്കെ അദ്ദേഹം അവിടെ നിർവഹിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിന് ശേഷം ദീർഘകാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് രാജ്യത്ത് സംഘർഷവും ശത്രുതയും മാത്രമാണ് സൃഷ്ടിച്ചത് എന്ന് പ്രധാനമന്ത്രി പറയുകയാണ്. സോമനാഥ് ക്ഷേത്രം പോലുള്ള പുണ്യസ്ഥലം പോലും വിവാദത്തിന് കാരണമാക്കിയതും കോൺഗ്രസ്സുകാരാണ് എന്നും മോദി തറപ്പിച്ചു പറയുകയാണ്. കോൺഗ്രസിൻ്റെ ഈ മനോഭാവം കാരണം ബി ജെ പി നയിക്കുന്ന NDA എന്ന് പറയപ്പെടുന്ന സഖ്യത്തിന് 400 സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്ന് കൂടി അദ്ദേഹം അവകാശപ്പെടുന്നു. കോൺഗ്രസ്സുകാർ മോദിയുടെ ജാതിയെ എങ്ങനെയാണ് അധിക്ഷേപിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടു കാണുമല്ലോ എന്ന് അദ്ദേഹം ജനങ്ങളോട് ചോദിക്കുകയാണ്. എത്രയധികം അധിക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുവോ അത്രത്തോളം സീറ്റുകൾ കൂടുതൽ തനിക്ക് നേടാൻ കഴിയുമെന്നുള്ള ഒരു സൂചന, അത് നേടുമെന്നുള്ള നമ്മുടെ ദൃഢനിശ്ചയം അത് ശക്തമാകുമെന്ന് കോൺഗ്രസ്സുകാർ മറക്കുകയാണ് എന്ന് കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. കോൺഗ്രസ്സിന് രാജ്യത്തിന് വേണ്ടി ഒരു അജണ്ടയുമില്ല. തന്നെ അധിക്ഷേപിക്കുക, അതായത് നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കുക മാത്രമാണ് കോൺഗ്രസ്സുകാരുടെ അജണ്ട എന്നും കൂടുതൽ ചെളിവാരി എറിയും തോറും സംഭവിക്കാൻ പോകുന്നത് മഹത്വമുള്ള ഏകദേശം 370 താമരകൾ ഇവിടെ വിരിയുക തന്നെ ചെയ്യുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ BJP 370 താമരകൾ വിരിയിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ. ആ ആത്മവിശ്വാസം BJPയുടെ പ്രവർത്തകർക്ക് നൽകുന്ന ഊർജം വളരെ വലുതാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വജനപക്ഷപാതം മാത്രമാണ് നടക്കുന്നത്. ഒരു കുടുംബത്തിന് മുകളിൽ ആ പാർട്ടിയിൽ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് ശരി. സ്വജനപക്ഷപാതവും അഴിമതിയും ഉണ്ടായാൽ രാജ്യത്തെ സംരക്ഷിക്കുവാൻ ആകില്ല എന്നുകൂടി പ്രധാനമന്ത്രി തറപ്പിച്ചു പറയുകയാണ്. ചെയ്യുന്നത് എന്താണ്? കോൺഗ്രസ് ചെയ്യുന്ന അധിക്ഷേപം മാത്രമാണ്. ഈ അധിക്ഷേപം കൊണ്ട് എന്ത് നേട്ടം? അങ്ങനെ കൂടുതൽ ചെളിവാരി എറിയും തോറും സംഭവിക്കാൻ പോകുന്നത് ഈ രാജ്യത്ത് ഏകദേശം 370ഓളം വരുന്ന താമരകൾ വിരിയുക തന്നെ ചെയ്യും, മഹത്വമുള്ള താമരകൾ. ആ മഹത്വമുള്ള താമരകൾ എന്ന് പറയപ്പെടുന്നത് 370ഓളം സീറ്റുകളിൽ വീണ്ടും ലോക്സഭയിലേക്ക് അധികാരത്തിലേക്ക് എത്തും. ഇന്ത്യ വീണ്ടും ഭരിക്കുന്നത് നരേന്ദ്രമോദി തന്നെയായിരിക്കുമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. 370 എന്ന് പറയപ്പെടുന്നത് 400ലേക്ക് കടന്നാലും അതിശയോക്തിയില്ല എന്ന് കൂടി പറയട്ടെ. കാരണം അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷമാണ് അദ്ദേഹം ഗുജറാത്തിലെ മെഹ്സാന ജില്ലയിലെ വാലിനാഥ് മഹാദേവ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇങ്ങനെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ 370ഓളം സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് വീണ്ടും പറയുകയാണ് നരേന്ദ്രമോദി എന്നുള്ളത്. ആ വാഗ്ദാനങ്ങൾ നൽകുന്നത് പോലെ തന്നെയാണ് കേരളത്തിലേക്ക് ഈ മാസം 27-ാം തീയതി എത്തുമ്പോൾ ഗുജറാത്തിൽ 8350 കോടിയുടെ പ്രഖ്യാപനങ്ങൾ നടത്തിയ പ്രധാനമന്ത്രി കോടിക്കണക്കിന് രൂപയുടെ പ്രഖ്യാപനങ്ങൾ തന്നെയായിരിക്കും കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്. വലിയ വിപ്ലവങ്ങൾ, വലിയ മാറ്റങ്ങൾ, വ്യാവസായിക അടിസ്ഥാനത്തിൽ വരെ ഉണ്ടാകാനുള്ള മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് സൂചന.